ഹായ് ഹലോ. അപ്പോൾ ഇതൊരു ഞായറാഴ്ച വീഡിയോ ആണ്. അപ്പോൾ ദേ രാവിലെ തന്നെ കുളിച്ചിട്ട് കഞ്ഞിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ചിക്കൻ കറി വെച്ചത് കാരണം കൊണ്ടിട്ടേ ഈ ഞായറാഴ്ച വട്ടും കരളും വാങ്ങിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തന്നെ ചേട്ടൻ ദേ വട്ടും കരളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ക്ലീനൊക്കെ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ദേ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ള പരിപാടിയിലാണേ. 1 കിലോ ആണ് കേട്ടോ വാങ്ങിച്ചിട്ട്. ഇവിടെ 1 കിലോത്തിന് 100 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിലേ വീട്ടിലെപ്പോഴും അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നേ. ചിക്കനെക്കാളും എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളതും കുഞ്ഞിലെ വട്ടും കരൾ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, ഒരു നൊസ്റ്റാൾജിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവത്തില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഇത് കറി കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ നല്ല വൃത്തിക്ക് ഇതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ട്ടാ. ഇവിടെ ഞാൻ കുക്കറിലാണ് വേവിക്കാനായിട്ട് വെക്കണത്. കുക്കറിൽ തന്നെ വേവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ട്ടാ. പക്ഷെ ഞാനിവിടെ കുക്കറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴുകണ ആ സമയത്ത് തന്നെ. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേവിക്കാനായിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് പെട്ടെന്ന് തന്നെ കുക്കായി. എനിക്ക് എൻ്റെ ഒരു കുക്കറിൻ്റെ കണക്കനുസരിച്ച് ഒരു 3, 4 വിസിലിനുള്ളിൽ തന്നെ കുക്കായി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിതേ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയാക്കാനായിട്ടുള്ള ചേരുവകളൊക്കെ അരിഞ്ഞെടുക്കാം. അതായത് സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളക് ഉണ്ട് കേട്ടോ. 2 തക്കാളിയും കൂടി എടുക്കുന്നുണ്ട്. അത് ഗ്രേവി കുറച്ചും കൂടി ഒന്ന് സൂപ്പറാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളിയും കൂടി എടുത്തിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. പുറത്ത് നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു മഴ പെയ്തതാണേ. കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് പിന്നെ പോയിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാല് ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഏകദേശം ഇവിടെ ഒരു ഗോൾഡൻ കളറൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയാണ് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാവാണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിൽ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ്റെ ഈ വട്ടും കരളും വേവിച്ചതിൻ്റെ വെള്ളം മാത്രം ഫസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിള വന്നു കഴിയുമ്പോഴത്തേക്കാണ് കേട്ടോ ബാക്കി വട്ടും കരളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രേവി വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടി സവോളയും തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവിയുടെ ആവശ്യമുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ കുറച്ച് ചാറും ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ കറി വെക്കുന്നത് ശരിക്കും നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടെ തന്നെ മട്ടൻ കരളും കറിയും പിന്നെ ഒരു പപ്പടം വറുത്തതും പിന്നെ വെളുത്തുള്ളി അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അച്ചാറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവർക്കും ടാറ്റാ.